ഹലോ ഗായ്സ്, codemalayalam സ്വാഗതം. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CSSൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേ. അതായത് നമ്മൾ CSSനകത്ത് നമ്മൾ കമ്പണൻറ്റുകൾ ലേ ഔട്ട് ചെയ്യാൻ, അതായത് ഓരോ കമ്പണൻറ്റ് എവിടെ വരണം എന്നൊക്കെ തീരുമാനിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേ. ഇതുകൂടാതെ വേറെയും പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ കമ്പണൻറ്റ് ലേ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്ലോട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിരുന്നു. അതുപോലെ തന്നെ പൊസിഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് നമ്മൾ ഈ ഡിസ്പ്ലേ കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, സോ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കോമ്പണൻറ്റ്സ് ലേ ഔട്ട് ചെയ്യുന്നത്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഡിസ്പ്ലേ. സോ ഇത് CSSൻ്റെ ഒരു കോർ പ്രോപ്പർട്ടിയാണ്. സോ ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് കറക്റ്റായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ, അതായത് ഈ ലേ ഔട്ടിങ് പ്രോപ്പർട്ടീസൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ CSSൻ്റെ കോർ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഡിസ്പ്ലേ എന്ന പ്രോപ്പർട്ടിക്ക് ബേസിക്കലി രണ്ട് രീതിയിലുള്ള സ്വഭാവമാണുള്ളത്. സോ ഒന്ന് ഒരു എലമെൻറ്റിനെ സംബന്ധിച്ചും ഒന്ന് ഈ എലമെൻറ്റിൻ്റെ പാരൻറ്റിനെ സംബന്ധിച്ചും. ഓക്കെ, സോ എലമെൻറ്റിൻ്റെ ബിഹേവിയർ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു എലമെൻറ്റ് ഇതിൻ്റെ പാരൻറ്റുമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നാണ് ഒരു എലമെൻറ്റിൻ്റെ ഡിസ്പ്ലേ എന്ന പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത്. അതിനെ ഔട്ട്സൈഡ് ഡിസ്പ്ലേ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. സോ നേരെ മറിച്ച് ഒരു പാരൻറ്റിൻ്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ പാരൻറ്റിൻ്റെ ഉള്ളിലെ ചൈൽഡുകൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നാണ് ആ പാരൻറ്റിൻ്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിനെ ഇൻസൈഡ് ഡിസ്പ്ലേ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഈ ഔട്ട്സൈഡ് ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് എന്താണെന്ന് ആദ്യം നോക്കാം. സോ ബേസിക്കലി 3 തരത്തിലുള്ള ഡിസ്പ്ലേ പ്രോപ്പർട്ടിയാണ് ഈ ഔട്ട്സൈഡ് ഡിസ്പ്ലേ പ്രോപ്പർട്ടി ആയിട്ടുള്ളത്. അതാണ് ഒന്ന് ബ്ലോക്ക്, ഒന്ന് ഇൻലൈന്, ഒന്ന് നണ്ണ്. ഓക്കെ, സോ ഇത് മനസ്സിലാക്കാൻ നമുക്കാദ്യം കോഡിലേക്ക് കിടക്കാം. സോ നമുക്കതൊരു ഡിവ് എഴുതാം, എന്നിട്ട് അതിനകത്ത് 3 ഡിവ് ഇടാം. സോ നമ്മൾ ഫസ്റ്റ് നോക്കാവുന്ന ഡിസ്പ്ലേയുടെ വാല്യൂ ആണ് ബ്ലോക്ക്. ഓക്കെ, ഡിസ്പ്ലേ ബ്ലോക്ക്. ഓക്കെ, സോ അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഡിവ് ഇട്ടിട്ട് അതിനകത്ത് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതെങ്ങനെ വരുന്നു നോക്കിക്കഴിഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ ലൈനിലാണ് 3 എലമെൻറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടുത്തെ ഇൻസ്പെക്ട് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡിവ്. അതിനകത്ത് ഓരോ ഡിവും ഓരോരോ സെപ്പറേറ്റ് ലൈനിലാണ് വന്നിരിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേനാണ് ബ്ലോക്ക് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് CSS ഒന്നും കൊടുത്തില്ലെങ്കിലും ഡീഫോൾട്ടായിട്ട് ഡിവിൻ്റെ ഡിസ്പ്ലേ ബ്ലോക്കാണ്. ഓക്കെ, ബ്ലോക്ക് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ഡിസ്പ്ലേ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പുതിയ ലൈനിലായിരിക്കും അടുത്ത ബ്ലോക്ക് ഡിസ്പ്ലേ തുടങ്ങുന്നത്. ഓക്കെ, സോ ആ ടൈപ്പ് ഡിസ്പ്ലേനാണ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഓരോ ബ്ലോക്ക് ഡിസ്പ്ലേ എലമെൻറ്റും അതിൻ്റെ പാരൻ്റ് എലമെൻറ്റിൻ്റെ ഫുൾ വിഡ്ത്ത് എടുക്കുകയും ചെയ്യും. ഓക്കെ, സോ അടുത്ത ടൈപ്പ് ഡിസ്പ്ലേ ആണ് ഇൻലൈൻ. ഓക്കെ, സോ നമ്മൾ ഈ ഡിസ്പ്ലേ ഡിവിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം, സ്പാൻ കൊടുക്കാം. സ്പാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ 3 സ്പാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരേ ലൈനിൽ തന്നെ, ഓക്കെ, പുതിയ ലൈൻ ഉണ്ടാകത്തില്ല, ഒന്നിന് പുറകെ ഒന്നായിട്ട് അത് അറേഞ്ച് ചെയ്യും. സോ അങ്ങനത്തെ ആ ഡിസ്പ്ലേക്ക് പറയുന്ന പേരാണ് ഇൻലൈൻ. ഓക്കെ, സോ ഇൻലൈൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ടെക്സ്റ്റ് എഴുതി പോകുന്ന പോലെ തന്നെ, നമ്മളൊരു പാരഗ്രാഫ് എഴുതി പോകുന്ന പോലെ തന്നെ ഒന്നിന് പുറകെ ഒന്നായിട്ട് അത് പ്ലേസ് ചെയ്യും. ഓക്കെ, സോ അത് അതിൻ്റെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീഫോൾട്ട് ഡിസ്പ്ലേ ഒരു സ്പാനിൻ്റെ ഇൻലൈൻ ആയിരിക്കും. ഓക്കെ, സോ ഈ ഡിസ്പ്ലേ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം. ഓക്കെ, സോ അതിന് നമുക്ക് ഡിസ്പ്ലേ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഈ സ്പാനിന് ഡിസ്പ്ലേ വേണമെങ്കിൽ ബ്ലോക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, സോ അങ്ങ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അതിൻ്റെ ഡിസ്പ്ലേ ബ്ലോക്ക് ഒരു ലൈനിന് ശേഷം മറ്റേ ലൈനായിട്ട് വരും. സോ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഡിവിന് ഈ സ്പാനൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഡിവ് ആക്കാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് എലമെൻ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഡിവിനെ ഡിസ്പ്ലേ നമുക്ക് വേണമെങ്കിൽ ഇൻലൈൻ ആക്കാം. ഓക്കെ, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അത് ഇൻലൈനായി. ഓക്കെ, സോ ഇനി അടുത്ത ഒരു ടൈപ്പ് ഔട്ട്സൈഡ് പ്രോപ്പർട്ടിയാണ് നണ്ണ്. നണ്ണെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഒന്നും ഉണ്ടാവത്തില്ല, ഒന്നും കാണത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിവിനെ ഡിസ്പ്ലേ നണ്ണാക്കി കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റ് എല്ലാം പോയി, ആ ഡിസ്പ്ലേ മൊത്തം നണ്ണാണ്. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ നണ്ണായതുകൊണ്ട് അത് കാണിക്കത്തേ ഇല്ല എന്ന് മാത്രമല്ല അത് സ്പേസും ഓക്യുപ്പൈ ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ അടുത്തൊരു ലൈനിൽ ഒരു പാരഗ്രാഫ് ഇട്ടെന്ന് വിചാരിക്കാം, ഹലോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഈ ഹലോ നമ്മൾ ഇത് ലൈനിൻ്റെ തുടക്കത്തിൽ തന്നെ വരും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഡിസ്പ്ലേൻ്റെയും സ്പേസിൽ അത് ഇൻവിസിബിൾ ആവുകയല്ല ചെയ്യുന്നത്, അത് ആ ഡോം എലമെൻറ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞ പോലെ ഇരിക്കും നമ്മൾ ഡിസ്പ്ലേ നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മളിപ്പോൾ കണ്ടു ഡിവിന് അതിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള ഡിസ്പ്ലേ പ്രോപ്പർട്ടി ബ്ലോക്കാണ്. അതുപോലെ തന്നെ സ്പാനിന് ഡീഫോൾട്ടായിട്ടുള്ളത് ഇൻലൈനാണ്. ഓക്കെ, സോ ഈ ഡോം എലമെൻറ്റ്സിന് പലതിനും ഡീഫോൾട്ടായിട്ടുള്ള ഇതേപോലെ ഡിസ്പ്ലേ ബ്ലോക്ക് അല്ലെങ്കിൽ ഇൻലൈൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ പാരഗ്രാഫ് ഡിസ്പ്ലേ ബ്ലോക്കാണ്, ആങ്കർ ടാഗ് ഡിസ്പ്ലേ ഇൻലൈനാണ്. ഓക്കെ, സോ ലേബിൾ ടാഗ്, നമുക്കിപ്പോൾ ഒരു ലേബിൾ ടാഗ് ഇട്ട് നോക്കാം. എന്നിട്ട് ഈ വേൾഡിന് ചുറ്റും നമ്മൾ ലേബൽ ഇട്ട് നോക്കി കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ വേൾഡ് ഒരുമിച്ച് വന്നു. അതായത് ലേബിൾ എന്ന് പറഞ്ഞ ടാഗ് ഇൻലൈനാണ്. പല ടാഗുകൾക്കും ഡീഫോൾട്ടായിട്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ ഇൻലൈൻസ് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വരും. ഓക്കെ,
ഇനി നമുക്ക് അടുത്തത് ഇൻസൈഡ് ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് നോക്കാം. അതായത് ഒരു പാരൻറ്റിൽ നമ്മൾ ഡിസ്പ്ലേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചൈൽഡ് വേറെ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യും. അതിനാണ് ഇൻസൈഡ് ഡിസ്പ്ലേ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേ ഫ്ലോ റൂട്ട്. ഓക്കെ, സോ ഡിസ്പ്ലേ ഫ്ലോ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ഒരു എലമെൻറ്റ് ഇപ്പോൾ നമ്മളിതിനെ ഫ്ലോ റൂട്ടായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൈൽഡ് എലമെൻറ്റിൻ്റെ മാർജിനൊന്നും ഇതിൻ്റെ പുറത്തുള്ള എലമെൻറ്റുമായിട്ട് കൊളാപ്സ് ആവത്തില്ല. സോ അതിനാണ് ഡിസ്പ്ലേ ഫ്ലോ റൂട്ട് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോട്ടുകളും ഇതിൻ്റെ ഈ എലമെൻറ്റിൻ്റെ പുറത്തോട്ട് പോകത്തില്ല. സോ അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അവരൊരു ബ്ലോക്ക് ഫോർമാറ്റിംഗ് കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യണം. സോ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ മാർജിൻ കൊളാപ്സും ഫ്ലോട്ടും ഇതിൻ്റെ പുറത്തേക്ക് പോകത്തില്ല. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. സോ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. സോ ഇതിനകത്ത് ഒരു കാര്യം പറയാനുണ്ട്. അതായത് നമുക്ക് ഈ സ്പാൻ എലമെൻറ്റിനകത്ത് അതായത് ഇൻലൈൻ എലമെൻറ്റിനകത്ത് ഫ്ലോ റൂട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇൻലൈൻ എലമെൻറ്റിൽ എന്തിനാണ് നമ്മൾ ബ്ലോക്ക് ഫോർമാറ്റിംഗ് കോണ്ടാക്ട് സെറ്റ് ചെയ്യേണ്ടത്? സോ അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻലൈൻ എലമെൻറ്റിൽ ഒരിക്കലും വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഇൻലൈൻ എലമെൻറ്റ് ഉണ്ട്, സ്പാനിനകത്ത് 1 2 3 എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ റിഫ്രഷ് ചെയ്തു, 1 2 3 ഇവിടെ വന്നു. പക്ഷേ ഇതിന് വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാൻ നോക്കി എന്താ പറ്റുക നോക്കാം. നമ്മളിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കൊടുക്കാം, വിഡ്ത്ത് ഒരു 100 പിക്സലും ഹൈറ്റ് ഒരു 100 പിക്സലും കൊടുക്കാം. ഓക്കെ, സോ ഇത് ഇൻലൈൻ എലമെൻ്റ് ആണ്. നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒന്നും മാറിയിട്ടില്ല. നമ്മൾ 200 പിക്സൽ കൊടുത്താലോ, വിഡ്ത്ത് ഒരു 200 പിക്സൽ കൊടുത്താലും റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ മാത്രമേ വന്നുള്ളൂ, വിഡ്ത്തും ഹൈറ്റും വന്നില്ല. ഓക്കെ, സോ ഇൻലൈൻ എലമെൻറ്റ് ഒരിക്കലും വിഡ്ത്തും ഹൈറ്റും കൊടുക്കാൻ പറ്റത്തില്ല. സോ അത് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന സാധാരണ പാരഗ്രാഫുകൾ, ടെക്സ്റ്റുകൾ, ലേബിൾ ഇതിങ്ങനെ അടിച്ചടിച്ച് പോകല്ലേ ലൈൻ ബൈ ലൈനായിട്ട്. സോ അതുകൊണ്ട് അതിൻ്റെ കണ്ടൻറ്റിൻ്റെ വിഡ്ത്തും ഹൈറ്റുമാണ് ഈ പറയുന്ന ഇൻലൈൻ എലമെൻറ്റ് എടുക്കുന്നത്. കണ്ടൻറ്റിൻ്റെ വിഡ്ത്തും ഹൈറ്റും എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും യൂസറിന് വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനകത്തൊരു ചൈൽഡ് എലമെൻറ്റ് ഇട്ടിട്ട് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്താൽ ശരിയാവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. കാരണം ഇൻലൈൻ എലമെൻറ്റിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇൻലൈൻ എലമെൻറ്റ് മാത്രമേ പറ്റത്തുള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്ലോക്ക് എലമെൻറ്റ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയർ ആണ്. അതായത് ഇവനെങ്ങനെ ബിഹേവ് എന്ന് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് എപ്പോഴും ഇൻലൈൻ എലമെൻറ്റ് ഉള്ളിൽ ഇൻലൈൻ എലമെൻറ്റ് ഇടാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഒരു കാലത്ത് നമുക്കൊരു ഇൻലൈൻ എലമെൻറ്റിന് വിഡ്ത്തോ ഹൈറ്റോ കൊടുക്കാൻ പറ്റത്തില്ല. സോ അതുപോലെ തന്നെ ഇതിന് നമുക്കൊരു പാഡിങ് കൊടുക്കാൻ നോക്കിയാൽ ഒരു പാഡിങ് ഒരു 100 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ബോട്ടവും പാഡിങ് 100 പിക്സലായി, ടോപ്പിലെ പാഡിങ് ഇവിടെ നമുക്ക് 100 പിക്സലായിട്ട് അല്ല കാണുന്നത്. ഓക്കെ, സോ എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ഈ സ്പാനിൻ്റെ ചുറ്റും ഒരു ലേബിളിടാം. ഓക്കെ, ഒരു ഹെലോ എന്ന് പറഞ്ഞിട്ട് ലേബിളിടാം. അപ്പോൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇതിൻ്റെ കണ്ടൻറ്റ് എല്ലാം ഒരേ ലൈനിലാണ് വരുന്നത്. ഓക്കെ, സോ ഇൻലൈൻ എലമെൻ്റ് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് എപ്പോഴും അവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റും റൈറ്റും പാഡിങ് കൊടുത്താൽ ഇതിൻ്റെ ഈ പറയുന്ന അലൈൻമെൻറ്റ് മാറത്തില്ല. സോ അതുകൊണ്ട് ലെഫ്റ്റും റൈറ്റും കറക്റ്റായിട്ട് ഇട്ടു. ഇവിടെ താഴത്തോട്ട് സ്ഥലമുണ്ട്, അതുകൊണ്ട് അവൻ താഴത്തോട്ടും അവൻ സ്ഥലം ഇട്ടു. മുകളിലേക്ക് സ്ഥലമില്ല, മുകളിലോട്ട് അവൻ ഈ പറഞ്ഞ പാഡിങ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ എലമെൻറ്റ് ഇവിടെ തന്നെ നിൽക്കും. പാഡിങ് മുകളിലോട്ട് പോയതുകൊണ്ട് അത് ക്ലിപ്പ് ചെയ്ത് പോയിരിക്കുകയാണ്. ഓക്കെ, സോ കണ്ടൻറ്റ് എപ്പോഴും ഒരേ ലൈനിലിരിക്കും. അതുപോലെ തന്നെ ഇൻലൈൻ എലമെൻറ്റിൽ നിന്ന് മാർജിൻ കൊടുക്കുന്നത് എപ്പോഴും ലെഫ്റ്റ് റൈറ്റ് മാർജിൻ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ടോപ്പും ബോട്ടവും കൊടുക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഒരു മാർജിൻ ഒരു 20 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റിലും മാർജിൻ വന്നു. നമ്മളിവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ എലമെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റിലും നമുക്ക് കളർ കാണുന്നുണ്ട്, മാർജിൻ്റെ കളർ. പക്ഷേ ടോപ്പിലും ബോട്ടത്തിലും ആ മാർജിൻ ഇടത്തില്ല. സോ അതാണ് ഇൻലൈൻ എലമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് ഇൻലൈൻ എലമെൻറ്റ് ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. അതായത് ഇൻലൈൻ ആയിട്ട് തന്നെ വരും വേണം, എന്നാലിട്ട് മാർജിൻ എടുക്കണം, പാഡിങ് എടുക്കണം, വിഡ്ത്ത് എടുക്കണം, ഹൈറ്റ് എടുക്കണം, എല്ലാം എടുക്കണമെങ്കിൽ നമ്മൾ ഇതിനൊരു ബ്ലോക്ക് ഫോർമാറ്റിംഗ് കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്താൽ മതി. ബ്ലോക്ക് ഫോർമാറ്റിംഗ് കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫ്ലോ റൂട്ടായിട്ട് സെറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഫ്ലോ റൂട്ടായിട്ട് സെറ്റ് ചെയ്ത് എന്ത് പറ്റും, അതൊരു ബ്ലോക്ക് എലമെൻ്റ് ആയി പോകും. ബ്ലോക്ക് എലമെൻ്റ് ആണ്, അതുകൊണ്ട് നമ്മുടെ ഇൻലൈൻ ലേഔട്ട് പോയി. നമുക്കതല്ല വേണം, നമുക്ക് ഇൻലൈനിനകത്ത് ഫ്ലോ റൂട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വെച്ചാൽ ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മളിത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടത് സാധാരണ ബ്ലോക്ക് ഇൻലൈൻ എലമെൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ ഫ്ലോ റൂട്ട് സെറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പാഡിങ്ങും മാർജിനും ഒക്കെ എടുക്കുക. എലമെൻറ്റിൻ്റെ പാഡിങ്ങും മാർജിനും എല്ലാം കറക്റ്റായിട്ട് എടുക്കും. ഓക്കെ, വിഡ്ത്തും ഹൈറ്റും എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഇൻലൈൻ ബ്ലോക്ക്. ഓക്കെ, സോ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഡിസ്പ്ലേ പ്രോപ്പർട്ടിയാണ് ടേബിൾ. സോ അത് ഇതേപോലെ തന്നെ ഒരു ഡിസ്പ്ലേ ഇൻസൈഡ് പ്രോപ്പർട്ടിയാണ്. അത് പാരൻറ്റിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലെ ചൈൽഡുകളുടെ ലേഔട്ടുകൾ അതിനനുസരിച്ച് സെറ്റ് ആവും. ഓക്കെ, സോ ഡിസ്പ്ലേ പ്രോപ്പർട്ടി ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിസ്പ്ലേ പ്രോപ്പർട്ടി അല്ല, അതും അതിൻ്റെ ചൈൽഡുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഇത് ബേസിക്കലി സാധാരണ ടേബിൾ പോലെയാണ് ആക്ട് ചെയ്യുക. സാധാരണ ടേബിൾ എന്താ, ഒരു ബേസിക്കലി മിനിമം ഒരു ടേബിൾ ഉണ്ടാവും, അതിനകത്ത് ടേബിൾ ബോഡി ഉണ്ടാവും, പിന്നെ ടേബിൾ റോ ഉണ്ടാവും. ഓക്കെ, TR പിന്നെ TD ഉണ്ടാവും, ഓരോ ടേബിൾ സെല്ലുകൾ. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ടേബിൾ ഉണ്ടാവുക. സോ ഇത് തന്നെ വെറും ഒരു ഡിവ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിവിനകത്ത് ഈ ഒരു എലമെൻറ്റ് ഈ ടേബിളിൻ്റെ പകരം നമുക്ക് ഡിസ്പ്ലേ ടേബിൾ കൊടുക്കാം.
ഈ ഒരു റോന് പകരം ഡിസ്പ്ലേ ടേബിൾ റോ കൊടുക്കാം, ഇത് ഡിസ്പ്ലേ ടേബിൾ സെല്ല് കൊടുക്കാം. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഒരു സാധാരണ ഡെവലപ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കൊരു ടേബിൾ ഉണ്ടാക്കാം. സോ ഇത് ഈ ഇടയ്ക്ക് അധികം യൂസ് ചെയ്യാത്ത ഒരു ഡിസ്പ്ലേ പ്രോപ്പർട്ടിയാണ്. എന്നാലും ചില സ്ഥലത്തൊക്കെ കാണാറുണ്ട്. നമ്മളിപ്പോൾ ഈ ടേബിൾ ഫോർമാറ്റിലൊക്കെ അറേഞ്ച് ചെയ്യാൻ ഇപ്പോൾ ഡിസ്പ്ലേ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. സോ അതേപോലെ തന്നെ ഡിസ്പ്ലേ ഫ്ലെക്സും ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. സോ അത് കുറച്ചും കൂടി എളുപ്പമാണ് ഉപയോഗിക്കാൻ. സോ അതുകൊണ്ട് വളരെ റെയർ ആയിട്ടാണ് നമ്മൾ ഈ ടേബിൾ ഡിസ്പ്ലേ പ്രോപ്പർട്ടി ഉപയോഗിക്കാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിൾ ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഒരു ഡിവ് ഇടാം. സോ ഈ ഒരു ഡിവാണ് നമ്മുടെ ടേബിൾ ആവാൻ പോകുന്ന ഡിവ്. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഇതിനകത്ത് ഒരു മൈ ടേബിൾ സെല്ല് എന്ന് പറഞ്ഞിട്ട് ഒരു സെല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവ് ഉണ്ടാക്കാം. സെൽ 1, ഓക്കെ, സെൽ 2, സെൽ 3. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡിസ്പ്ലേ ബ്ലോക്കാണ്, അതാണ് ഒരു ലൈന് ശേഷം ഒന്നായിട്ട് വരുന്നത്. നമുക്കിത് ഡിസ്പ്ലേ ഇൻലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിന് ശേഷം ഒന്നായിട്ട് വരും, സൈഡിലായിട്ട് വരും. ഓക്കെ, സോ നമുക്കിത് ഒരു ടേബിൾ സെല്ലാക്കണമെങ്കിൽ നമുക്കിത് എന്തെങ്കിലും ഡിസ്പ്ലേ ടേബിൾ സെല്ല് കൊടുക്കാം. ഓക്കെ, ഡിസ്പ്ലേ ടേബിൾ സെല്ല് കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ സൈഡിലായിട്ട് വരും. പക്ഷേ ഇതും ഇൻലൈനും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിൻ്റെ പാരൻ്റ് ഇല്ലേ, സോ ഇതൊരു ടേബിൾ, ഇതിൻ്റെ പാരൻ്റ് നമുക്ക് ക്ലാസ് ഈക്വൽ ടു മൈ ടേബിൾ എന്ന് കൊടുക്കാം. ഓക്കെ, സോ മൈ ടേബിളിന് നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റൈൽ കൊടുക്കാം. മൈ ടേബിളിനകത്ത് ഡിസ്പ്ലേ ടേബിൾ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ വിഡ്ത്ത് ഒരു 100% കൊടുക്കാം. അതായത് ടേബിൾ ഫുള്ള് വിഡ്ത്തിലിരുന്നു കേട്ടോ. നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ട ടേബിൾ സെല്ല് ബേസിക്കലി ഇങ്ങനെ ഈക്വൽ വിഡ്ത്തായിട്ട് ഒരു ടേബിളിലെ പോലെ തന്നെ ഈക്വൽ വിഡ്ത്തായിട്ട് സ്പേസുകളൊക്കെ എടുക്കും. ഓക്കെ, ഇത് ഡിസ്പ്ലേ ഇൻലൈനിൽ നടക്കത്തില്ല, ടേബിളിലേ നടക്കത്തുള്ളൂ. ഓക്കെ, സോ നമുക്കിതിൻ്റെ ഒരു ടേബിൾ സെല്ലിന് ഒരു ബോർഡർ കൊടുക്കാം. ഓക്കെ, സോ ബേസിക്കലി ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇനി പല റോസ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പല റോകൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും സെക്ഷനാണ് ഒരു റോ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ടേബിൾ റോ എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റിൽ റാപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊരു റോ ആയി. എന്നിട്ട് ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ നമുക്ക് വീണ്ടും കോപ്പി ചെയ്യാം. ഓക്കെ, സോ ഇത് റിഫ്രഷ് അടിച്ച് കഴിയുമ്പോൾ ബേസിക്കലി നമ്മളുടെ ആ സ്റ്റൈൽ പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ മൈ ടേബിൾ റോ എന്ന് പറഞ്ഞിട്ട് ഒരു റോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ റോവിന് നമ്മൾ ഡിസ്പ്ലേ കൊടുക്കണം. ഓക്കെ, അത് ഡിസ്പ്ലേ ടേബിൾ റോ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി റിഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ സാധാരണ ടേബിൾ പോലെ തന്നെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എത്ര റോസ് വേണമെങ്കിൽ ഇടാൻ പറ്റും. അങ്ങനെ റോസുകൾ നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഡിസ്പ്ലേ വെച്ചിട്ട് സാധാരണ ടേബിളുകൾ ഉണ്ടാക്കാം. ഇതിനകത്ത് സാധാരണ ടേബിളിൻ്റെ തന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ രണ്ട് റോയും ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സാധാരണ അതായത് ഈ റോയും ഇത്രയും തമ്മിൽ ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ തന്നെ ഒരു റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിവ് ഉണ്ടാക്കിയിട്ട് ഇതിനെ റാപ്പ് ചെയ്യാം മൊത്തത്തിൽ ഈ ആദ്യത്തെ രണ്ട് റോവിനെ. എന്നിട്ട് അതിന് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റൈൽ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ എന്നോ. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ, പക്ഷേ ഇവിടെ സ്റ്റൈൽ എടുത്തൊരു കണ്ടോ, ഇവിടുത്തെ ആദ്യത്തെ രണ്ട് റോവിൻ്റെ ടേബിളുമായിട്ടുള്ള സ്റ്റൈൽ മൊത്തം പോയി, ടേബിളുമായിട്ടുള്ള ബന്ധിപ്പിച്ചിട്ടുള്ള സ്റ്റൈൽ മൊത്തം പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ റോവിൻ്റെ പാരൻ്റായിട്ട് ടേബിളല്ല, നമ്മൾ റോ ഗ്രൂപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ റോ ഗ്രൂപ്പിന് നമ്മളൊന്നും സ്റ്റൈലൊന്നും കൊടുത്തിട്ടില്ല, വെറും ബാക്ക്ഗ്രൗണ്ട് കളർ മാത്രമേ കൊടുത്തുള്ളൂ. ടേബിൾ ഡിസ്പ്ലേയുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു സ്റ്റൈലും കൊടുത്തിട്ടില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റൈലൊക്കെ പോയി, സാധാരണ ടേബിളിൻ്റെ സ്റ്റൈലൊക്കെ പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഗ്രൂപ്പ് ചെയ്യണം ഈ റോ ഗ്രൂപ്പിനെ. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പിന് നമ്മൾ ഡിസ്പ്ലേ കൊടുക്കണം, ടേബിൾ റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, സോ അപ്പോൾ അവന് മനസ്സിലാവും ഇത് സാധാരണ മാർക്കപ്പല്ല റോ ഗ്രൂപ്പാണ്. അപ്പോൾ സാധാരണ ടേബിൾ പോലെ തന്നെ ലേ ഔട്ട് ചെയ്യാൻ തീരുമാനിക്കും. ഓക്കെ, സോ അങ്ങനെ ലേ ഔട്ട് ചെയ്യാം. ഈ റോ ഗ്രൂപ്പ് പോലെ തന്നെ കോളംസ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് ഈ ആദ്യത്തെ സെല്ല് ഗ്രൂപ്പ് ചെയ്യണം. ആദ്യത്തെ സെല്ലൊക്കെ ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇത്തിരി പാടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ റോവിനകത്ത് ഈ സെൽ എടുക്കണം, രണ്ടാമത്തെ റോവിനകത്ത് ഈ സെൽ എടുക്കണം, മൂന്നാമത്തെ റോവിനകത്ത് ഈ സെൽ എടുക്കണം. ഇങ്ങനെ എടുത്തെടുത്ത് ഗ്രൂപ്പ് ചെയ്യേണ്ടി വരും. സോ അത് ഗ്രൂപ്പ് ചെയ്യാൻ അത് പാടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു സിമാനറ്റിക്സ് ഉണ്ടാക്കാം. മുകളിൽ ഒരു സിമാനറ്റിക്സ് ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ കോളം മൊത്തം സ്റ്റൈൽ ചെയ്യാൻ പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിനകത്ത് താഴെ തന്നെ ഒരു ഡിവിനകത്ത് ക്ലാസ് ഈക്വൽ ടു മൈ കോളം ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ കോളം ഗ്രൂപ്പ്. ഇത് മാർക്കപ്പ് അല്ല, ഇത് നമ്മൾ കോളം എങ്ങനെ വേണമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ടാഗാണ്. എന്നിട്ട് അതിനകത്ത് ഈ നമുക്ക് 3 സെല്ലല്ലേ എല്ലാത്തിലുള്ളത്.
ഓക്കെ, നമുക്ക് ഏത് സെല്ലാണ് സ്റ്റൈൽ ഉണ്ട്, ഈ സെല്ലാണ് ഈ ഫുള്ള് കോളം സ്റ്റൈൽ ചെയ്യണമെങ്കിൽ div my കോളം 1 എടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ മൈ കോളം ഗ്രൂപ്പിന് നമ്മൾ ഡിസ്പ്ലേ നേരത്തെ പോലെ തന്നെ റോന് കൊടുത്ത പോലെ തന്നെ ടേബിൾ കോളം ഗ്രൂപ്പ് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഈ മൈ കോളം 1ന് ഡിസ്പ്ലേ ടേബിൾ കോളം കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പിങ്കോ എന്തെങ്കിലും കൊടുക്കാം. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സെല്ല് മൊത്തം പിങ്കായി. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ കോളം എങ്ങനെ വേണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടൊരു ടാഗ് ഇട്ടു. ആ ടാഗിന് മൈ കോളം ഗ്രൂപ്പ് എന്ന് പേര് കൊടുത്തു. ആ കോളം ഗ്രൂപ്പാണ്, അതിനെ കോളം ഗ്രൂപ്പായിട്ട് സ്റ്റൈൽ ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിനകത്ത് ഓരോ കോളത്തിനും ഏത് സ്റ്റൈലിന് ആ ഓർഡറിൽ തന്നെ കൊടുക്കണം. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കോളം ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോളത്തിന് മാത്രമേ സ്റ്റൈൽ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കോളത്തിനകത്ത് നമ്മളൊരു ക്ലാസ് കൊടുത്തിട്ട് അതിൽ തന്നെ അതിൻ്റെ ഡിസ്പ്ലേ ടേബിൾ കോളമാക്കിയിട്ട് പിന്നെ അതിന് എന്ത് സ്റ്റൈൽ കൊടുത്താലും ആ എല്ലാ കോളത്തിനും അത് എഫക്റ്റ് ആവും. സോ ഇതുകൂടാതെ ഹെഡറും ഫുട്ടറും കൊടുക്കാൻ പറ്റും, ഹെഡർ ഗ്രൂപ്പും ഫുട്ടർ ഗ്രൂപ്പും കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരുവിധം സിമിലർ ആണ്. സോ അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ നോക്കി കഴിഞ്ഞാൽ സിമിലർ ആണ്, ഇതുപോലെ തന്നെയാണ് ആ ഗ്രൂപ്പും സെറ്റ് ചെയ്യുക. ഓക്കെ, സോ അതാണ് ഈ ടേബിൾ ഡിസ്പ്ലേ. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡിസ്പ്ലേയും കൂടിയും പറയാനുണ്ട്. അതൊന്ന് ഡിസ്പ്ലേ ഫ്ലെക്സ് ആണ്, അടുത്ത ഡിസ്പ്ലേ ഗ്രിഡാണ്. ഓക്കെ, സോ ഇപ്പോൾ മോഡേൺ വെബ്സൈറ്റുകളൊക്കെ ലേ ഔട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന 2 മേജർ പ്രോപ്പർട്ടീസാണ് ഫ്ലെക്സും ഗ്രിഡും. ഈ ഓരോ പ്രോപ്പർട്ടിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ അതുകൊണ്ട് ഫ്ലെക്സിൻ്റെയും ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും, ഗ്രിഡിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അത് നമുക്കിനി അടുത്ത വീഡിയോസിൽ ചെയ്യാം. ഓക്കെ, ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് തരിക, ആവശ്യമുള്ള എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും താഴത്തെ കമൻറ്റ് ബോക്സ് ചോദിക്കുക, അറിയുന്നതാണെങ്കിൽ തീർച്ചയായും ഉത്തരം തരുന്നതായിരിക്കും. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.